പറ്റുന്നത്രയും പറഞ്ഞു. കുറച്ച് പറയാ. സുരേഷേട്ടൻ ഒരു തിരക്കും ഉണ്ടായിട്ടാ വീട്ടിൽ പോയിട്ട്, എനിക്ക് അത്രയും ഉണ്ടായിട്ടാ. ഞാനും അത് കേൾക്കാൻ വേണ്ടി. സുരേഷേട്ടൻ ഭയങ്കര കെയറിംഗ് ആണ്, അതാണ് സുരേഷേട്ടനിലെ. എങ്ങനെ എന്ത് തോന്നി കേട്ടത്രയൊന്നും മതിയായിട്ടില്ല അല്ലേ? ഇതാ കെയറിംഗ് സുരേഷിന്റെ സുമലതയല്ലേ? എനിക്കിപ്പോ എന്റെ പേര് ആരും വിളിക്കാറില്ല, എല്ലാരും സുരേഷ് ഏട്ടാന്നാണ് വിളിക്കുന്നത്. ഷൂട്ടിന്റെ ഒക്കെ സമയത്ത് കൊല്ലംകോട് ചുറ്റിക്കറങ്ങുമ്പോ സുരേഷ് ഏട്ടൻ ഇതുപോലെ സ്വീകരിക്കപ്പെടുന്ന അന്ന് വിചാരിച്ചില്ല. പ്രേക്ഷകരുടെ റിയാക്ഷൻ കണ്ടപ്പോ എന്തായിരുന്നു? ഞാൻ തന്നെ ചിരിച്ചു സുമലതേനെ കണ്ട സമയത്ത്. ഇത് ഇങ്ങനെ ആയിരുന്നു അല്ലേ? താരത്തില് സലീമേട്ടൻ ഞാനാന്ന് അറിയിക്കാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് അവിടെ വേറെ ഷോ, ഇവിടെ വേറെ ഷോ. ഞാൻ പട്ടി ഷോ ആയിരുന്നു. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ഒരു 2ാം ഭാഗം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കാസർഗോഡ് കുറെ പോലീസുകാർ തെറി വിളിച്ചു. അപ്പൊ അതിനത് തെറിവിളിയായിട്ടൊന്നും തോന്നില്ല. അവസാനം കോട്ടയത്തു നിന്നും ആലപ്പുഴയിൽ നിന്നും 2 ആൾക്കാർ വന്നു. അവര് വിളിച്ചപ്പോഴാണ് തെറിയായി. അതൊക്കെ നമ്മൾ അത്രേ ഉള്ളൂ. ചെറിയൊരു പെൺകുട്ടി അങ്ങനെ വിചാരിച്ചത്. ചെറിയൊരു പെൺകുട്ടി കുളിർമ തോന്നുന്നുണ്ടോ? കുളിർമക്ക് വേണ്ടിട്ട് 3 പ്രാവശ്യം ചോദിച്ചു. രാജേഷേട്ടന്റെ ട്രൂ ലവ് എന്ത് പറയുന്നു? കൊള്ളാം, പ്രേമിക്കാം, കല്യാണം കഴിക്കാം എന്നൊക്കെയുള്ള തീരുമാനം എടുക്കുക. ഇപ്പോഴും കമന്റ്സ് ഒക്കെ ഒരുപാടുണ്ട്. ആ ടീച്ചറെ പറ്റിച്ചു അല്ലേ, ഇവൻ ഇത് തന്നെയാണ് പണി. സുരേഷിന്റെയും സുമലതയുടെയും രീതിയിലേക്ക് ഒന്നും മാറിയിട്ടുണ്ട്. കാത്തിരുന്നു നിന്നെ ഞാൻ വെള്ളി ഇങ്ങനെ ഗ്രിപ്പ്. ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥയുടെ വിശേഷങ്ങളുമായി നമ്മുടെ സ്വന്തം രാജേഷേട്ടൻ ആൻഡ് ചിത്രേച്ചി. ഹലോ. അപ്പോൾ സുഖമായിട്ടിരിക്കുന്നു? അപ്പോൾ നമ്മുടെ ഒരു സിനിമ, ഒരു അത്രയും ഹിറ്റായ ഒരു സിനിമയിലെ ചെറിയ 2 കഥാപാത്രങ്ങളിലേക്ക് എടുക്കുന്ന സമയത്താണ് ആ കഥാപാത്രങ്ങളെ വെച്ചിട്ട് പുതിയൊരു സിനിമ, അതേ ഡയറക്ടർ, ഭയങ്കര റെയറസ്റ്റ് ആയിട്ട് നമ്മൾ അങ്ങനെ കാണുന്നത് വളരെ കുറവാണ് അങ്ങനെ ഒരു സിനിമ വരുന്നത്. എങ്ങനെയായിരുന്നു ഈ ഒരു ഡയറക്ടർ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നിങ്ങളെ അപ്രോച്ച് ചെയ്തത്? ഞങ്ങള് എന്താ ഈ സിനിമ കഴിഞ്ഞിട്ട് ഈ സിനിമ ഒന്ന് ആൾക്കാരൊക്കെ കുഴപ്പമില്ലാതെ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നെ ഇവരുടെ കുറെ റീൽസൊക്കെ ഇറങ്ങി, പിന്നെ ടീച്ചറുടെയും സുരേഷിന്റെയും. അപ്പോൾ അത് കുറച്ചും കൂടി സിനിമയുടെ കൂടെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. അപ്പോഴാണ് ഒരു ദിവസം വെറുതെ മദനോത്സവമൊക്കെ നടക്കുന്ന സമയത്ത് ചർച്ച ചെയ്യുന്ന സമയത്ത് ഇതിനൊരു സ്പിൻ ഓഫ് സാധ്യത ഉണ്ടല്ലോ, ഇത് ചെയ്താലോ എന്നുള്ള ഒരു ചർച്ച വരുന്നത്. അപ്പൊ അതൊരു ചെറിയ ചർച്ച മാത്രമായിട്ട് ഒതുങ്ങിപ്പോന്ന് വിചാരിച്ചു. പിന്നെ അത് 2 ആഴ്ച കഴിയുമ്പോഴേക്കും പ്രൊഡ്യൂസേഴ്സ് ഒക്കെ വിളിച്ചു, ഡേറ്റ് ഒക്കെ പറഞ്ഞു. അപ്പോഴാണ് ഇത് ഇഷ്യൂ ഭയങ്കര സീരിയസ് ആണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ എന്തായിരുന്നു ചേച്ചിയുടെ ഒരു റിയാക്ഷൻ? എങ്ങനെയായിരുന്നു ആ ഒരു ഇത് നമ്മൾ എന്നത്താം കേസ് കൂടി ചെയ്യുന്ന സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇത്ര വലിയൊരു ഹൈപ്പ് ആകും, ഈ 2 കഥാപാത്രങ്ങൾ മെയിൻ ആകും എന്നൊക്കെ? ഇല്ല, ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ആ സീനും എന്നത്താൻ കേസുള്ള ആ സീനും ആൾക്കാർ ഇത്ര സ്വീകരിക്കും, സുമലതേന് എല്ലാരും ആക്സെപ്റ്റ് ചെയ്യും, അതൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് പറയുന്നപ്പോ രാജേഷേട്ടൻ പറയും, കോടതിന്റെ അകത്തിന്റെ സീനല്ല അത് പറയുമ്പോ ഇത് ഇത്രയും ആൾക്കാർ ചിരിക്കുന്ന സീനാണെന്നുള്ള അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടില്ല. സീരിയസ് ആയിട്ട് പോയി പറഞ്ഞ കാര്യമാണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നിങ്ങളുടെ ആ സീൻ കേട്ടപ്പോ ആളുകൾ ചിരിച്ചപ്പോ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? ഫസ്റ്റ് ഡേ കണ്ടില്ല, സെക്കൻഡ് ഡേ കണ്ടു. ഓക്കെ, അപ്പൊ തിയേറ്ററിൽ കണ്ട സമയത്ത് ആളുകളുടെ ഒരു റിയാക്ഷൻ, പ്രേക്ഷകരുടെ റിയാക്ഷൻ കണ്ടപ്പോ എന്തായിരുന്നു? സന്തോഷം. ഞാൻ തന്നെ ചിരിച്ചു സുമലതേനെ കണ്ട സമയത്ത്. ഇത് ഇങ്ങനെ ആയിരുന്നു അല്ലേ? ഞാൻ സലീമേട്ടൻ ഇങ്ങനെ. അപ്പൊ അതിനുശേഷം സെയിം ആയിരുന്നോ? എങ്ങനെയായിരുന്നു കാണിക്കോ? എങ്ങനെയായിരുന്നു? വേണ്ട. ഓക്കെ, തിയേറ്ററിലെ കയ്യടി ചിരികൾ വരുവാണ്. എങ്ങനെയായിരുന്നു ചിത്രേച്ചി അന്ന് എഴുതുന്നത്? ഞാനത് അന്ന് തിയേറ്ററിൽ നിന്ന് വെളിയിലിറങ്ങിയപ്പോ കൂടെ ഷോ കണ്ടവരൊക്കെ വന്ന് സംസാരമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാരും ഞാനാന്ന് അറിയിക്കാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് അവിടെ വേറെ ഷോ, ഇവിടെ വേറെ ഷോ. പുറത്ത് ഞാൻ പട്ടി ഷോ ആയിരുന്നു. പിന്നെ ആളുകൾ ഇപ്പൊ കാണുന്ന സമയത്ത് പക്ഷെ കുറച്ചാൾക്കാരെങ്കിലും വന്ന് അങ്ങനെ ആന്നല്ലോ എന്നെല്ലാം ചോദിച്ചു. അപ്പൊ ഞാൻ ഭയങ്കര സന്തോഷായില്ലേ, ഇത് ആദ്യത്തെ തന്നെ ക്യാരക്ടർ സിനിമ ഇങ്ങനെ വന്ന് ചോദിക്കുന്നതിലൊരു എനിക്ക് സത്യം പറഞ്ഞ ഒരു സന്തോഷം കൊണ്ട് സങ്കടം കണ്ണു നിറഞ്ഞു.
ആനന്ദാശ്രു. ആനന്ദാശ്രു. നിങ്ങളുടെ പേരുകൾ ഇപ്പോഴും ഈ എന്നാത്താൻ കേസുകളിന് ശേഷം സുരേഷ് എന്നും സുമലതയെന്നും ഒക്കെ തന്നെയാണോ ആളുകൾ വിളിക്കാറ്? ഈ ഫോണിൽ എനിക്ക് സുരേഷ് എന്നില്ലേ വേറെയും കോണ്ടാക്ട് ഉണ്ട്. സുരേഷ് ഏട്ടാ അത് എവിടത്തേക്ക് എല്ലാരും ചിരിക്കും. ഞാൻ കടയില അല്ലെ അങ്ങനെ ഇല്ലെന്ന് പോലും ഞാൻ നമ്മള് സീരിയസ് സുരേഷ് ഏട്ടാന്ന്. ഈ സുരേഷ് ഏട്ടൻ കയറി നല്ലൊരു വൈറലായി. അപ്പൊ ഈ സുരേഷ് ഏട്ടാന്ന് പുറത്തൊക്കെ ആളുകൾ വിളിക്കുമ്പോഴും പെട്ടെന്ന് ഒരു ശ്രദ്ധ പോവാറുണ്ടോ? സുരേഷ് ഏട്ടാന്ന് എനിക്കിപ്പോ എന്റെ പേര് ആരും വിളിക്കാറില്ല, എല്ലാരും സുരേഷ് ഏട്ടാന്നാണ് വിളിക്കുന്നത്. എന്നെ വളരെ അടുത്ത കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഇപ്പൊ എന്റെ പേര് രാജേഷ് എന്നുള്ളത് അങ്ങനെ തന്നെ ഉള്ളത്. അപ്പൊ സുരേഷ് ഏട്ടാന്ന് വിളിക്കുന്നത് അത് വിളി നിന്നിട്ടില്ല ഇതുവരെയും. ഇപ്പോഴും ഞാൻ പാലക്കാട് കൊല്ലംകോടൊക്കെ പോകുമ്പോൾ മറ്റേ ഷൂട്ടിന്റെ ഒക്കെ സമയത്ത് കൊല്ലംകോട് ചുറ്റിക്കറങ്ങുമ്പോ സുരേഷ് ഏട്ടൻ എന്നാണ് പരിചയം. പിന്നെ ഈ രാജേഷ് സുരേഷ് രണ്ടും ഏകദേശം ഒരേപോലെ തോന്നുന്നു. നമുക്ക് ഉള്ളതുകൊണ്ട് നമുക്കും ഒരു കൺഫ്യൂഷനാ. എന്നോട് സുമലതയല്ലേ എന്നല്ല ചോദിക്കല്ലേ, ഇതാ കെയറിങ് സുരേഷിന്റെ സുമലതയല്ലേ? ശരിക്കും സുരേഷ് ഏട്ടൻ കെയറിങ് ആണോ? കെയറിങ് അല്ല, നല്ല കെയറിങ്. അതിപ്പോ ആളുണ്ട് ചോദിച്ചാ അത് ഇവിടെ ബാക്കിലാ ചോദിക്കേണ്ടത് നമ്മള്. ഇപ്പൊ ശരിക്കും എങ്ങനെയാ റിയൽ ലൈഫിൽ കെയറിങ് ആണോ സുരേഷ് ഏട്ടൻ? രാജേഷ് ഏട്ടൻ കെയറിങ് ആണോ? എനിക്ക് ഇപ്പൊ ഞാൻ എങ്ങനെയാ ഇപ്പൊ എന്നെ കുറിച്ച് പറയാം, എന്നാലും ഞാൻ പറയാം വളരെ കെയറിങ് ആയിട്ടുള്ള കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അങ്ങനെ ആൾക്കാർ അങ്ങനെ ബുദ്ധിമുട്ടിക്കില്ലെന്ന് തോന്നുന്നു. എന്താ ചെറുതായിട്ടൊക്കെ കെയർ ചെയ്യും. നിങ്ങൾ തമ്മിൽ ആ ഒരു എന്നാത്താൻ കേസുകളിൽ തന്നെ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര ഒരു സിങ്ക്. ആ സിങ്ക് എങ്ങനെയാ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തത്? ഇതിനു മുമ്പ് നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നോ അതോ ആ ഒരു സെറ്റിലൂടെയാണോ പരിചയപ്പെട്ടതൊക്കെ? ഞങ്ങള് പിന്നെ അപ്പോഴാണ് അതിന്റെ കാസ്റ്റിങ്ങിന് വന്നപ്പോ മുതലാണ് ചിത്രനെ കാണുന്നത്. അല്ല, ഞാൻ ഇവന്റെ മഹേഷിന്റെ പ്രതികാരത്തിൽ കണ്ട ഒരു കണ്ടതിന് ശേഷം അത് ആ ക്യാരക്ടർ ഇങ്ങനെ ഉള്ളിലുണ്ട്. അപ്പൊ അയാളാണോ ഈ പിന്നെ ഓഡീഷന് വന്ന് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത് ഞാൻ വിചാരിച്ചില്ല. ഞാനാണ് കാസ്റ്റ് ചെയ്തതും. അപ്പൊ ഫസ്റ്റ് കണ്ടപ്പോ ഞാൻ ഇതിന്റെ ഓഡിഷന് വന്നില്ലേ, ഇതല്ല അത് പോയി മൈൻഡിൽ. ഞാനിങ്ങനെ കാസ്റ്റിംഗിന്റെ സമയത്ത് സീരിയസ് ആയിരുന്നോ? ആര്? ചേട്ടൻ? ഇല്ല, നല്ല നമ്മളെ ടെൻഷൻ അടിപ്പിക്കാത്ത രീതിയിലാണ്. അപ്പോഴും കെയറിങ് എപ്പോഴും കെയറിങ് ആണ്. അപ്പൊ ഈ കാസ്റ്റിംഗ് ഡയറക്ടർ ആദ്യം തന്നെ മാറ്റിവെച്ച റോളാണോ നമ്മുടെ സുരേഷ് ഏട്ടന്റെ റോൾ? ഇത് ഞാൻ ചെയ്യും എന്ന് വെച്ചിട്ട്? അല്ല, പിന്നെ ഞാൻ ആ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ എന്നെ കാസ്റ്റ് ചെയ്യാറുമില്ല. അത് പക്ഷെ ഞാൻ കാസ്റ്റ് ചെയ്ത സിനിമയിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അത് ഞാനല്ല ചെയ്യുന്നത് ആക്ച്വലി. അത് പിന്നെ ഈ പ്രീ ഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവസാനം ഒന്ന് ഷഫിൾ ചെയ്തു കാസ്റ്റ് ലിസ്റ്റ് ഒക്കെ ഒന്ന് കുറച്ച് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി. ആ സമയത്ത് ഫൈനൽ ആയിട്ടുണ്ടായിരുന്ന ഒരു ഡിസിഷനിൽ ഒന്നാണ് സുരേഷൻ കാവന്താഴ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ ചെയ്യാന്നുള്ളത്. അതുവരെ പിന്നെ ശ്രീകാന്ത് എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ എന്നാത്താൻ കേസുകളിൽ തന്നെ അഭിനയിച്ചിട്ടുള്ള വേറൊരാളാണ് ഈ ക്യാരക്ടർ ചെയ്തുകൊണ്ടായിരുന്നത്. അവനത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ സുരേഷൻ കാവന്താഴെ ഞാൻ സിനിമയിൽ ചെയ്യുമ്പോൾ അവന്റെ കുറെ മാനറിസങ്ങളൊക്കെ ഞാൻ എടുത്തിരുന്നു. അതെ, അങ്ങനെ. അപ്പൊ ഈ ഒരു സിനിമയിൽ തന്നെ നമുക്ക് എന്നാത്താൻ കേസുള്ള കാര്യമാണ്. അതിൽ നമ്മുടെ സൈക്കിളിന് കാറ്റടിക്കുന്ന സീനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതേപോലെ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നതാണോ അതോ ചേട്ടൻ തന്നെ ഇതേപോലെ ഈ പാട്ടൊക്കെ നമ്മൾ തന്നെ ഇംപ്രവൈസ് ചെയ്തതാണോ സംഭവമൊക്കെ? അല്ല, എല്ലാം സ്ക്രിപ്റ്റിലുള്ള തന്നെ. നമ്മളങ്ങനെ ചെറിയ മൈന്യൂട്ടായിട്ട് എന്തെങ്കിലുമൊക്കെ ഇംപ്രവൈസ് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാം സ്ക്രിപ്റ്റിലുള്ള തന്നെയായിരിക്കും. ഇപ്പൊ ഈ പാട്ടിന്റെ ബാക്കി കുട്ടികൾ പാടുന്നത്, കാറ്റടിച്ചുകൊണ്ടിരിക്കുന്ന സുരേഷൻ, ശരിയായിരുന്നു. ഇപ്പോഴും അത് നമ്മുടെ മൈൻഡിലോട്ട് ഇങ്ങനെ വരും ആ സംഭവം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ 1000 കണ്ണുമായി ഇതൊക്കെ ഒരു പിന്നീട് ഒരു കോമഡി ആവും നമ്മൾ പിന്നെ വിചാരിക്കുന്നത് ഇല്ല. അപ്പൊ അത് അങ്ങനെ വന്ന് സംഭവിച്ചൊരു കാര്യമാണ്. നമുക്ക് വേണ്ടിട്ട് ആ ഒരു പാട്ടൊന്ന് പാടാമോ? അയ്യോ, ഞാൻ പൈങ്കിളി മലർത്തെങ്കിൽ വിടാം. 1 2 3 സ്റ്റാർട്ട്. 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ. അത് ആദ്യം പാടിയപ്പോ ഒരു ശൈലി വ്യത്യാസം ഉണ്ടായിരുന്നു, അതൊന്ന് പിടിച്ചതായിരുന്നു. സ്വർണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കും. വെള്ളിയിലേ നിൽക്കും ഇത്. അതെ, സ്വർണ്ണമൊന്നും കിട്ടൂല. പൈങ്കിളി മലർന്നെങ്കിലും കൂടെ അതും കൂടെ
എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി പൈങ്കിളി മലർത്തേൻ കിളി. അടിപൊളി. താങ്ക് യു താങ്ക് യു താങ്ക് യു. അപ്പൊ അങ്ങനെ നമ്മളെല്ലാരും സ്വീകരിച്ചൊരു റോള്. നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് സുരേഷ് ചേട്ടനൊരു കാസ്റ്റിംഗ് രാജേഷ് ചേട്ടനൊരു കാസ്റ്റിംഗ് ഡയറക്ടറൊക്കെ അതാണ് പ്രശ്നം. അപ്പൊ രാജേഷ് ചേട്ടന് അറിയാമായിരുന്നോ ഈ ഒരു റോള് ഇതേപോലെ നിങ്ങളുടെ കഥാപാത്രങ്ങൾ ആളുകൾ സ്വീകരിക്കും എന്നൊരു ഉറപ്പുണ്ടായിരുന്ന ഒരു ക്യാരക്ടറാണോ? സിനിമ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എന്താ ഒഴിവായി പോവില്ലായിരുന്നു ഈ ക്യാരക്ടേഴ്സ് എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ ഇത് ഇതുപോലെ സ്വീകരിക്കപ്പെടുന്ന അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്ര റീൽസും അത്ര ആൾക്കാർ അങ്ങനെ സംസാരിക്കും, നമ്മുടെ പേര് അതായി മാറുകയും ഒക്കെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പോ ലൈക്ക് ഈ ഒരു നമ്മുടെ സിനിമയുണ്ടല്ലോ സുരേഷിന്റെയും സുമലതയുടെയും, ഈ സിനിമയും എന്നത്താൻ കേസുകൂടി തന്നെ കംപ്ലീറ്റ് ഒരു അതായിട്ട് ടച്ച് വരുന്ന ഒരു സ്റ്റോറിയാണോ അതോ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ? രണ്ട് പാരലൽ സ്ഥലങ്ങളിൽ നടക്കുന്ന പിന്നെ കഥകളാണ്. എന്നത്താൻ കേസോട് അങ്ങനെ ഒരു പ്രമേസിൽ നടക്കുമ്പോൾ ഇത് സുരേഷിന്റെ സുമലതയുടെയും കഥ വേറെ, പിന്നെ പയ്യന്നൂര് ഗ്രാമത്തിൽ വേറൊരു കഥ നടക്കുന്നു. അതെ, സെയിം ആൾക്കാർ. അതെ, കൊഴുമൽ രാജീവൻ ഉണ്ട് സിനിമയില്. കൊഴുമൽ രാജീവൻ നമ്മുടെ യൂണിവേഴ്സിലേക്കും വരുന്നുണ്ട്. അങ്ങനെയാണ്. ഇതിപ്പോ ഒരു നമുക്ക് LC ഒക്കെ പറയുന്ന പോലെ കാസർഗോഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് അങ്ങനെ പറയാൻ പറ്റുമോ? ഒരു കാസർഗോഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ രതീഷ് പൊതുവാളിന്റെ ഒരു യൂണിവേഴ്സിലാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. അതങ്ങനെയാണ്. ഇനിയും അപ്പൊ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ രതീഷ് പൊതുവാൾ സാറിന്റെ ഇനി ഇതുപോലെ ഈ ഒരു രീതിയിലുള്ള മൂവീസ് ഒക്കെ ഇനിയും മറ്റു കഥാപാത്രങ്ങളെ വെച്ച് വരാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ആൻഡ്രോയിഡ് കുഞ്ഞപ്പനൊരു എന്താ രണ്ടാം ഭാഗം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് എപ്പോൾ നടക്കുന്നൊന്നും അറിയില്ല, പക്ഷെ അത് എനിക്കറിയാവുന്ന കഥയാണ്. അതുണ്ട്, ആ യൂണിവേഴ്സിൽ ഉള്ള സിനിമയാണ്. നമുക്ക് കാസർഗോഡും കണ്ണൂരും വരുമ്പോ എപ്പോഴും ഹിറ്റുകളാണ് സമ്മാനിക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? പറ്റുന്നത്രയും പറഞ്ഞു. കുറച്ച് പറയാം. ചിലപ്പോ നമ്മളെ സ്ലാങ്ങും കേൾക്കുമ്പോ ഒരു താളമൊക്കെ ഉള്ള ഭാഷ ആയതുകൊണ്ട് അത് കേൾക്കുമ്പോ ഒരു ക്യൂട്ട്നെസ് തോന്നുന്നുണ്ടാവും ആൾക്കാർക്ക്. ദേഷ്യപ്പെട്ടാലും മനസ്സിലാവൂല. ദേഷ്യപ്പെടാനൊക്കെ ഭയങ്കര പാടാണ്. അത് നമ്മൾ തൊണ്ടിമുതൽ ചെയ്യുമ്പോൾ തൊണ്ടിമുതലിന്റെ പിന്നെ കാസർഗോഡിൽ കുറേ പോലീസുകാരാണ് അതിൽ അഭിനയിക്കുന്നത്. അപ്പം അതിന് തെറി വിളിക്കേണ്ട ഒരു സീനുണ്ട്. കാസർഗോഡ് അത് റിയൽ ആയിട്ട് തെറി വിളിച്ച് ഷൂട്ട് ചെയ്യാണ് നമ്മൾ ആദ്യം, പിന്നെ അത് കട്ട് ചെയ്യാം എന്നുള്ളത് വിചാരിച്ചു. ഷൂട്ട് ചെയ്യുമ്പോൾ അതേ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കാസർഗോഡ് കുറേ പോലീസുകാർ തെറി വിളിച്ചു. ഫഹദിനത് തെറിവിളിയായിട്ടൊന്നും തോന്നുന്നില്ല. അവസാനം കോട്ടയത്തു നിന്നും ആലപ്പുഴയിൽ നിന്ന് രണ്ടാൾക്കാർ വന്നു. അവര് വിളിച്ചപ്പോഴാണ് തെറിയായി. അതൊക്കെ നമ്മൾ അത്രേ ഉള്ളൂ. ഞാൻ കൊല്ലമാണ്. നമ്മള് സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചാലും ചിലപ്പോ വിചാരിക്കും ഇവര് ദേഷ്യപ്പെടുകയാണോ. പക്ഷെ നിങ്ങളുടെ സൈഡിലോട്ടൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് എല്ലാരും സംസാരിക്കുന്നത്. തോന്നല, ഉള്ളില് നല്ല പറയുന്നുണ്ട്. അത്യാവശ്യം തെറിയൊക്കെ വിളിക്കും നല്ലതായിട്ട്. അല്ലാതില്ല. അപ്പൊ അതേപോലെ തന്നെ നമ്മള് കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ. എന്തായിരിക്കും ഇത്ര ഹിറ്റ്? അല്ല, ഹിറ്റ് ആവുന്നത് സ്ലാങ് കൊണ്ട് മാത്രമായിരിക്കോ? പിന്നെ നിർമ്മലത, ഊഷ്മളത, നിഷ്കളങ്കത. അതേപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവം, നമ്മുടെ ലോഗോ നോക്കിയ സമയത്ത് എനിക്ക് ടോം ആൻഡ് ജെറിയിലെ സിംഹത്തിന്റെ ആ സംഭവം കൊടുക്കുന്നവരെ തോന്നുന്നത് ചാക്കോച്ചനെ കണ്ടപ്പോഴേക്ക്. അപ്പൊ അത് നമ്മുടെ ടോം ആൻഡ് ജെറി പോലെ, ടോം ആൻഡ് ജെറി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ഏജുകാർക്കും ഏത് സമയവും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം. നമ്മളിപ്പോൾ കണ്ടാലും ഏത് വർഷം കണ്ടാലും ഇഷ്ടപ്പെടും. അതേപോലൊരു സംഭവം ആയിരിക്കും സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. അതിന്റെ ഡയറക്ടർ ബ്രില്യൻസ് ആയിരിക്കും അത്. അതെ. പിന്നെ എന്തായാലും ഏത് പ്രായക്കാർക്കും ഇഷ്ടപ്പെടാനുള്ളത് പോലെ തന്നെയാണ് സിനിമയുള്ളത്. അതങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് ആൾക്കാർ, പഴയ ആൾക്കാർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. നമ്മൾ കുറച്ച് കാലമായിട്ട് മലയാള സിനിമയിൽ നിന്ന് ഇങ്ങനെ മിസ്സായി എന്ന് തോന്നുന്ന പോലത്തെ കുറേ ക്യാരക്ടേഴ്സ് ഇതിലുണ്ട്. പിന്നെ ഇവരുടെ പ്രേമം എന്ന് പറയുന്ന കുറച്ച് പഴയതും പുതിയതും ഒക്കെ ആയിട്ടുള്ളൊരു പ്രേമമാണ്. എല്ലാം കാണിക്കുന്നുണ്ട്. മറ്റേ ഭയങ്കര സിൻസിയർ ആയിട്ടുള്ള പ്രേമാണ്, എന്താ ട്രൂ ലവ് ആണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഏത് കാലഘട്ടത്തിനും അഡ്രസ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന എല്ലാം ഉണ്ട്. രാജേഷേട്ടന്റെ ട്രൂ ലവ് എന്ത് പറയുന്നു? എന്റെ ട്രൂ ലവ് പിന്നെ എന്താ ഇന്റർവ്യൂ കഴിയാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. അത് കുറെ നേരമായിട്ട് പോസ്റ്റ് അടിക്കുന്നുണ്ട്. അതും എന്നാത്താൻ കേസ് ഒടുവിൽ സംഭവിച്ചൊരു സംഭവമാണോ?
ഇന്നത്തെ കേസ് കൂടുതൽ സംഭവിച്ചതല്ല. ഇന്ന് ഞങ്ങളെ അപ്പൊ ഞങ്ങളൊക്കെ ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരൊക്കെ ആണ് നമ്മളെ. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ കൊള്ളാം പ്രേമിക്കാം, കല്യാണം കഴിക്കാം എന്നൊക്കെയുള്ള തീരുമാനം എടുക്കുക. അപ്പോൾ അതും അങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നു. അപ്പോൾ പിന്നെ പറയാനുള്ള കാര്യം, നിങ്ങളുടെ ഈ ഒരു മൂവി അനൗൺസ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ സേവ് ദ ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ വരുന്നതാ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നുള്ളൊരു സംഭവം. ശരിക്കും അങ്ങനെ കുറെ പേര് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. പിന്നെ തെറ്റിദ്ധരിച്ച് അവസാനം നമ്മൾ തന്നെ ഞെട്ടി ഉണീക്കാനൊക്കെ തുടങ്ങിയിരുന്നു. അങ്ങനെ അത് ഭയങ്കര ആ സമയത്ത് എല്ലാവരും ചോദിക്കുമായിരുന്നു. കുറെ സിനിമാക്കാരൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നു നന്നായി മോനെ നന്നായി എന്നൊക്കെ. രാജേഷേട്ടന്റെ ഫ്രണ്ട്സ് എല്ലാം എന്നോട് ചോദിച്ചു എന്തായാലും നിങ്ങൾ ഒന്നിക്കാൻ തീരുമാനിച്ചത്. അല്ല ഞാൻ പറഞ്ഞില്ല എന്നുള്ള പരാതി ഇവളോട് വിളിച്ചിട്ട് പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരു വാക്ക് പറയാൻ വിളിച്ചു രാവിലെ വിളിച്ചു, എനിക്കറിയാത്ത നമ്പർ എന്നല്ല. ആ ദുഷ്ടൻ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. എന്നിട്ട് പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരത്തിനെ ആളുകൾ വിളിച്ചു കാണുമല്ലോ അപ്പോ അറിയുന്നവരൊക്കെ. പിന്നെ അന്ന് അങ്ങനെ ഞങ്ങൾ അത്ര ഫേമസ് ആയിട്ടുണ്ടാവില്ല. എന്നാലും അറിയുന്ന കുറച്ചെങ്കിലും ആളുകൾ കാണുമല്ലോ. പിന്നെ അവരൊക്കെ വിളിച്ചിട്ടുണ്ടാവുമല്ലോ. പിന്നെ അത് ബുദ്ധിമുട്ടായിട്ടുണ്ട് അത്യാവശ്യം. ഇവരെ കാര്യം അനൗൺസ് ചെയ്തതിന് ശേഷം ടീച്ചറെ പറ്റിച്ചു അല്ലേ, അങ്ങനെ അങ്ങനെ കമന്റ്സ് വരാറുണ്ട്. പിന്നെ ഇപ്പോഴും കമന്റ്സ് ഒക്കെ ഒരുപാടുണ്ട്. ആ ടീച്ചറെ പറ്റിച്ചു അല്ലേ, ഇവൻ ഇത് തന്നെയാണ് പണി. അതുപോലെ ജീവിക്കായിരുന്നല്ലോ. അയ്യോ, അപ്പോ അങ്ങനെയൊക്കെയാണ് എന്താ സംഭവം. ഇപ്പൊ 2024 എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ തന്നെ തുടരെ ഹിറ്റുകളായിരുന്നു. അതും ഓരോന്നും ഓരോ ജേണർ. അപ്പോൾ നമ്മുടെ സിനിമ നമുക്ക് ഏത് ജേണറിൽ കൂട്ടാൻ പറ്റും? വന്നതിൽ നിന്നെല്ലാം കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള സിനിമ തന്നെ ആയിരിക്കും. എന്നാൽ പിന്നെ ഹ്യൂമറും മ്യൂസിക്കൽ ലവ് സ്റ്റോറിയാണ്. അത്രയധികം പാട്ടുകളുണ്ട്. അതായത് പഴയകാല പാട്ടൊക്കെ ഉണ്ടല്ലോ, പഴയകാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള പാട്ടുകളുണ്ട്. പിന്നെ പഴയ കാലത്തെ ഒരു പാട്ടുമുണ്ട്. അതെ, ഒക്കെ വരുമ്പോ കാണാം. പിന്നെ ആയിരം കണ്ണുമായി ഉണ്ട്. അങ്ങനെ കുറച്ചധികം പാട്ടുകൾ. ആയിരം കണ്ണുമായി നമുക്ക് ആ പഴയ രീതിയിൽ തന്നെയാണോ അതോ പുതിയ വേർഷൻ ആയിട്ടാണോ? സുരേഷിന്റെയും സുമലതയുടെയും രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. നിങ്ങളാണോ ഇനി പാടുന്നത്? എങ്ങനെ എന്ത് തോന്നി കേട്ടിട്ട് എന്ത് തോന്നി? നമ്മള് ഇങ്ങനൊരു പാട്ട് ഞങ്ങള് സിനിമയിൽ പാടിക്കഴിഞ്ഞു കഴിഞ്ഞാ അത് ശരിയാവോ? അത് നിങ്ങൾ പാടുന്നോണ്ട് ചിലപ്പോ ശരിയാവും. റീലും കട്ടിങ്സ് ഒക്കെ പോയതല്ലേ, അപ്പൊ ശരിയാവും. ഇല്ല, ഞങ്ങളല്ല, അത് പിന്നെ നന്നായി തന്നെ പാടിയിട്ടുണ്ട്. അത് പാടിയ നല്ലൊരു സിംഗറാണ് പാടിയിട്ടുള്ളത്. അതൊക്കെ സർപ്രൈസ് ആയതുകൊണ്ട് പറയുന്നില്ല. സർപ്രൈസ് ആയിട്ട്. പിന്നെ എനിക്ക് ചിത്ര ചേച്ചിനെ കാണുമ്പം പിന്നെ ചോദിക്കണം, നമ്മൾ എന്നാത്താൻ കേസോടൊക്കെ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചത് എനിക്കൊരു ചെറിയൊരു പെൺകുട്ടി, അങ്ങനെ വിചാരിച്ചത്. ചെറിയൊരു പെൺകുട്ടി. കുളിർമ തോന്നുന്നുണ്ടോ? അപ്പൊ പിന്നീട് നമ്മളിങ്ങനെ നോക്കിയപ്പം ഈ 14 വയസ്സുള്ള മോന്റെ അമ്മയാണെന്നൊക്കെ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. എന്താണ് സന്തൂർ മമ്മിയായിട്ടിരിക്കുന്ന രഹസ്യം, യുവത്വത്തിന്റെ രഹസ്യം എന്താണ്? ചിലപ്പോ ഈ ആവശ്യത്തിന് അനാവശ്യത്തിന് ചിരിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. അത് ശരിയാ, ചിരിക്കും. അല്ല, പിന്നെ ഇതൊന്നല്ലല്ലോ ഇപ്പം മൊത്തം ഇതിനെക്കാട്ടിലും പിന്നെ അത്ഭുതം തോന്നുന്ന ഒരുപാട് സന്തൂർ മമ്മികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിപ്പോ എന്റെ മോൻ കുറച്ച് വലുതായതായിരിക്കും. ഞാനിങ്ങനെ തന്നെയാ. അപ്പൊ എന്തായാലും നമ്മുടെ മൂവി സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയസ്പർശിയായ പ്രണയത എന്നാണ് റിലീസ്? എന്നാണ്? ഹൃദയഹാരിയായ എന്നാണ് റിലീസ്? മെയിൽ തന്നെ ഉണ്ടാവും. അപ്പൊ എനിക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ആ സുരേഷ് ഏട്ടൻ ഭയങ്കര കെയറിംഗ് ആണെന്നുള്ള ഒരു ഡയലോഗ് ഒന്ന് കേൾക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. നമ്മൾ ഇത്രയും കമ്പനിയായ സ്ഥിതിക്ക് ഞാനും അത് കേൾക്കാൻ വേണ്ടി. അതോടെ കഴിഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഞാൻ പെട്ടെന്ന് പറയാം. ഒന്നിക്കാൻ തീരുമാനിച്ച ഒരു സ്ത്രീക്കും പുരുഷനും സ്വന്തം ഓട്ടോ അല്ലാണ്ട് വേറെ ഏതാണ് സാറേ കംഫർട്ട് ആയിട്ടുള്ള സ്ഥലമുള്ളത്? സുരേഷേട്ടന് ഒരു തിരക്കും ഉണ്ടായിട്ടാ വീട്ടിൽ പോയിട്ട്, എനിക്ക് അത്രയും ഉണ്ടായിട്ടാ. അതുകൊണ്ട് തന്നെ നല്ലോണം വല്യാന്ന് സുരേഷേട്ടൻ വണ്ടി എടുത്തിട്ടുണ്ടായിനി. ഒരു 20-25. അല്ലാണ്ട് ഈ വക്കീലിന്റെ സൗകര്യത്തിന് വണ്ടി ഓടിക്കാനൊന്നും എന്റെ സുരേഷേട്ടന് കിട്ടൂല. സുരേഷേട്ടൻ ഭയങ്കര കെയറിംഗ് ആണ്. അതാണ് സുരേഷേട്ടൻ ലൈൻ. സ്ലോ സ്റ്റഡി ഇൻസ്റ്ററീസ്, അതാണ് എന്റെ ലൈൻ. അടിപൊളി. അപ്പൊ എന്തായാലും നമ്മുടെ സിനിമ ഒരു വലിയ സക്സസ് ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.